അപ്പോൾ ലോക്കൽ കമ്പാർട്ട്മെൻറ്റിൽ മാസ്ക് ഇല്ലാണ്ട് നടക്കൂല കേട്ടോ. ഇതാ ഇപ്പോൾ കാമാഖ്യ ജംഗ്ഷനിൽ എത്തിയവരുള്ള ഇതണ്ട ലോക്കൽ കമ്പാർട്ട്മെൻറ്റിൻ്റെ അവസ്ഥ ഇതാ. ഞാൻ ബാത്റൂം തുറക്കുന്നില്ല. ഇവിടെ ആൾക്കാർ ഇരുന്നിട്ടുണ്ട്, നോക്കിയോട്ടെ. ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ കാർത്തിക് സൂര്യ പറഞ്ഞ കാര്യം. കാർത്തിക് സൂര്യ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണ്, നമുക്ക് ട്രെയിനിലെ ഫുഡ് ഇതാക്കിയിരുന്നു, എന്തെന്ന് 5 സ്റ്റാർ കൊടുത്തത്. അങ്ങനെ വാങ്ങിച്ചിട്ട് 5 സ്റ്റാർ കൊടുക്കുന്ന ആ സമയത്ത് കൊടുത്തിട്ടാകുമ്പോൾ എല്ലാ യാത്രയിലും നമ്മളെ കാർത്തിക് സൂര്യ നമ്മളെ കൂടി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നോർത്ത് ഈസ്റ്റിലേക്ക് പോകുന്നത്, നാഗാലാൻഡിലേക്ക് പോകുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ട്രെയിനായ വിവേകാനന്ദ എക്സ്പ്രസ്, വിവേക് എക്സ്പ്രസ് അല്ലേ? അപ്പോൾ അതിലാണ് പോകുന്നത്. അപ്പോൾ കാർത്തിക് സൂര്യൻ്റെ വീഡിയോ കണ്ടില്ലേ? കാർത്തിക് സൂര്യൻ്റെ വീഡിയോ കണ്ട് അതിൽ ജനറൽ ടിക്കറ്റ് എടുത്തിട്ടാണ് കേട്ടോ. 660 രൂപേൻ്റെ ജനറൽ ടിക്കറ്റ് എടുത്തിട്ട് 3 ദിവസത്തെ യാത്ര നാഗാലാൻഡിലേക്ക്. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഇപ്പോൾ എറണാകുളത്താണ് ഉള്ളത്. ട്രെയിനിൽ അരമണിക്കൂർ ലേറ്റാണ്. യാത്രക്കാരുടെ ശ്രദ്ധിക്കും, ട്രെയിൻ നമ്പർ 22. ആൾക്കാരാവുന്ന ഇല്ലട വില്ല തിരക്കൊന്നുമില്ല. അപ്പോൾ ട്രെയിൻ നമ്മൾ എടുത്തെത്തുമ്പോൾ തന്നെ വൃത്തിയായിട്ട സ്മെല്ലായിരുന്നു. ആ സ്റ്റേഷൻ മുഴുവൻ എന്ന് എനിക്ക് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ ട്രെയിനിൽ കയറി. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. ഇതിന്റെ വരുന്നതിന് വിദ്യ, ഇവിടെ വരുന്നതിന് നന്ദന. ഈ കൂട്ടത്തിൽ 2 ആൾക്കാർ എൻ്റെ ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാനും AC യിലേക്ക് എത്തുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ വിജയവാഡയിൽ എത്തി. ട്രെയിനിൽ വിവേക് എക്സ്പ്രസ്സിലാണ് ഉള്ളത്. നേരെ നാഗാലാൻഡിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ നേരെ സ്ലീപ്പറിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയേണ്ടിട്ട് സ്ലീപ്പറിന് അങ്ങോട്ടേക്കാണ് പോകുന്നത്. നല്ല തിരക്കുണ്ട്. ഇപ്പം എല്ലാവരും പറഞ്ഞാൽ ട്രെയിൻ വിജയവാഡ, ഈ ട്രെയിൻ വിവേക് എക്സ്പ്രസ് എന്ന് പറഞ്ഞാൽ ലേറ്റ് ആണെന്ന് പറഞ്ഞു. പക്ഷേ ലേറ്റ് ഒന്നല്ല. ഇപ്പോൾ കറക്റ്റായിട്ട് ഇതുവരെ ആയിട്ട് ഇന്നലെ രാത്രി 12 മണിക്ക് നമ്മൾ കയറിയതാണ്. ആകെ 10 മിനിറ്റായിട്ട് ലേറ്റ് ആയിട്ടുള്ളൂ കേട്ടോ ട്രെയിൻ. നമുക്ക് നോക്കാം. ഇതാണ് കേട്ടോ വിജയവാഡ റെയിൽവേ സ്റ്റേഷൻ്റെ അവസ്ഥ. അത്യാവശ്യം അത്യാവശ്യം വലിയ സ്റ്റേഷനാണ്. ഇവിടുന്ന് പല സാധനങ്ങളും കാര്യങ്ങളും ഇവിടുന്ന് അത്യാവശ്യം കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്ലീപ്പറിലേക്ക് കയറിയിട്ടേ ഉള്ളൂ കേട്ടോ. ഇതാണ് സ്ലീപ്പർ. എടാ സ്ലീപ്പർ ഇത് വിവേക് എക്സ്പ്രസിൻ്റെ സ്ലീപ്പർ തന്നെയാ? വിവേക് എക്സ്പ്രസിൻ്റെ സ്ലീപ്പർ കേട്ടോ. നമ്മൾ പ്രതീക്ഷിച്ച് പറയുന്നില്ല. ഇവിടം വരെ വിജയവാഡയിൽ നിന്ന് ഒരു അവസ്ഥയുമില്ല, ഫുള്ള് കാലി. ഈ സ്ലീപ്പറല്ല ഞാൻ പ്രതീക്ഷിച്ചത് കേട്ടോ. അപ്പോൾ നമ്മൾ കാർത്തിക് സൂര്യ കണ്ട സ്ലീപ്പർ വേറെ, ഇത് വേറൊരു സ്ലീപ്പറാണ്. അപ്പോൾ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അറിയില്ല, ഇന്നത്തെ തിരക്ക് പറഞ്ഞുകൊണ്ടാണ് എന്താണെന്ന് അറിയില്ല. ഇതിലിപ്പോൾ അലമ്പൊന്നും. ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇന്ന് 2 ദിവസം ഉണ്ടല്ലോ യാത്ര. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്താ അവസ്ഥ എന്നുള്ളത് നോക്കാം. ഇവിടെ കണ്ടു. ഇപ്പോൾ അതിലിപ്പോൾ പ്രശ്നമൊന്നുമില്ല. സാധാരണ സ്ലീപ്പറിൻ്റെ ആ ഒരു ഇതിൽ തന്നെ ഉള്ളത്. വൃത്തിയോ കാര്യങ്ങളൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. എന്തൊക്കെ സ്മെല്ലുണ്ട് കേട്ടോ. ഭയ ഫുഡിന് എത്രയാ ഇത്? ഇതോ 100 രൂപ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ലീപ്പറിൽ ഇപ്പോൾ തിരക്കൊന്നുമില്ല കേട്ടോ. ഇതാ അവിടെ ഇന്ന് എന്താ ആൾക്കാർ കുറവല്ലേ? അല്ല ഇവിടുന്ന് അങ്ങനെ ഉണ്ടാണോ? ഇന്ന് രാത്രി നമുക്ക് ശരിക്കും മനസ്സിലാകാൻ പറ്റും എന്താണ് ഇവിടുത്തെ അവസ്ഥ എന്താണെന്നൊക്കെ ഉള്ളത്. ഇപ്പോൾ സ്ലീപ്പറിൽ ആ തിരക്കോ കാര്യങ്ങളോ നിൽക്കുന്ന ആൾക്കാർ കിടന്നിട്ടൊന്നുമില്ല. ഇവിടുന്ന് നമ്മൾ ട്രെയിനിൻ്റെ എഞ്ചിൻ നേരെ മുമ്പിൽ നിന്ന് എടുത്തിട്ട് ബാക്കിലേക്ക് കൊണ്ടുപോയിടും. എന്നിട്ട് പിന്നെ തിരിച്ചിട്ട് ഇവിടുന്ന് ട്രാക്ക് മാറ്റിയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കുറച്ച് സമയം നിർത്തിയിടും. അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത്. ഇല്ല ഇതാണ് കേട്ടോ വിജയവാഡയിൽ ഇപ്പോൾ ഉള്ള അവസ്ഥ. ട്രെയിൻ ശരിക്കും പറഞ്ഞാൽ KFC ഇത് പണി കിട്ടിയെന്ന് വെച്ചാൽ 2 ബോക്സ് ഫ്രൈഡ് ചിക്കൻ ഓർഡർ ചെയ്ത് 1 ബോക്സ് കൊണ്ടുവന്നില്ല. പിന്നെ ട്രെയിൻ വിട്ടതിന് ശേഷം നമുക്കിത് പൊളിച്ചു നോക്കിയത്. എന്താണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്? എന്താ കുര്യ ബ്രേക്ക്ഫാസ്റ്റ്? എന്താ ബ്രേക്ക്ഫാസ്റ്റ്? നമ്മൾ മുസേലി വിത്ത് പാല്. മുസേലി ഇറ്റ് ഈസ് ഹൈലി പ്രോട്ടീൻ. നട്ട്സ് ഉണ്ട്, സീഡ്സ് ഉണ്ട്, പാലും. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ടൈമാണ് എൻ്റെ 30 വർഷം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ പാത്രം എടുത്തിട്ട് പോകുന്നത്. അപ്പോൾ ലെറ്റ്സ് ബിഗിൻ. അത് ഇവിടെ ഇറങ്ങിയിട്ട് അവന് പോകണ്ടേ? കാമാഖ്യ ജംഗ്ഷൻ.
നമ്മൾ വളരെ പ്രശസ്തമായിട്ട് പറയുന്നത് കേട്ടില്ല കാമാഖ്യ ടെമ്പിൾ. കാമാഖ്യ ടെമ്പിൾ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നാണ് നമുക്ക് പോകേണ്ടത്. ഇവിടുന്ന് ഈ ഡയറക്റ്റ് ഇവിടെ സ്റ്റേഷനിലേക്ക് കാമാഖ്യ ജംഗ്ഷനിൽ ഇറങ്ങിയിട്ടാകുമ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു 5-6 കിലോമീറ്റർ ചുറ്റളവിലാണെന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല ട്രെയിനിലൂടെ പോകുമ്പോൾ അതിൻ്റെ ഏതൊരു സൈഡ് കാണാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. കറക്റ്റായിട്ട് അറിയില്ല. ശരിക്കും പറഞ്ഞാൽ ഈ ട്രെയിനിന് വിവേക് എക്സ്പ്രസ്സിന് ഇവിടെ സ്റ്റേഷൻ കാണിക്കുന്നില്ല കേട്ടോ. ഇവിടെ സ്റ്റോപ്പ് കാണിക്കുന്നില്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ നിർത്തിയിട്ടിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഒരു 5 മിനിറ്റോളായി ഇവിടെ നിർത്തിയിട്ടിട്ട് കാണുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇറങ്ങിയിട്ട് ഡയറക്റ്റ് പോകാൻ പറ്റും. ഇവിടെ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത അറിയില്ല. കാമാഖ്യ ടെമ്പിളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ യോനി പൂജ നടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ലോക്കൽ കമ്പാർട്ട്മെൻറ്റിൽ മാസ്ക് ഇല്ലാണ്ട് നടക്കൂല കേട്ടോ. ഇതുണ്ടോ AC ഇതും തുറന്നിട്ടിട്ടുള്ളൂ ഇപ്പോഴത്തെ അവസ്ഥയിൽ. ഇപ്പോൾ ഇതിന് അടുത്തത് മെയിൻ സ്റ്റേഷനാണ്. മെയിൻ സ്റ്റേഷൻ എന്ന് വെച്ചാൽ ആസാമിലെ ലാസ്റ്റ് സ്റ്റേഷൻ ഗുവാഹട്ടി. അപ്പോൾ അവിടെ എത്തുമ്പോൾ ഇവിടെ ട്രെയിനിൻ്റെ അവസ്ഥയാണിത്. ഇതെല്ലാം കഴിഞ്ഞു കേട്ടോ. തിരക്കെല്ലാം കഴിഞ്ഞപ്പോൾ തിരക്കോ കാര്യങ്ങളൊന്നും ഇല്ല. എല്ലാം കാലിയായിട്ടുണ്ട്. വേണ്ട ട്രെയിന് ഫുള്ള് കാര്യം കേട്ടോ. നമ്മൾ ട്രെയിന് ഇന്ന് രാത്രിയോട് കൂടിയിട്ട് ലാസ്റ്റ് സ്റ്റേഷനിലേക്ക് എത്തും. അപ്പോൾ നമ്മൾ ഇറങ്ങുന്ന ഡിമാപൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ലാസ്റ്റ് സ്റ്റോപ്പിലേക്ക് എത്തുന്നത് ഇന്ന് രാത്രിയോട് കൂടിയിട്ടാണ്. ഇപ്പോൾ കാമാഖ്യ ജംഗ്ഷനിൽ എത്തിയവരുള്ള വേണ്ട ലോക്കൽ കമ്പാർട്ട്മെൻറ്റിൻ്റെ അവസ്ഥ. ഞാൻ ബാത്റൂം തുറക്കുന്നില്ല. ഇവിടെ ആൾക്കാർ ഇരുന്നിട്ടുണ്ട്. നോക്കിയിട്ട് ട്രെയിനിൻ്റെ ഉള്ളു ഭാഗത്തിന് ഇവിടെ കുറച്ചെങ്കിലും വൃത്തിയുണ്ട് കേട്ടോ. ഇപ്പോൾ ബാത്റൂമിൻ്റെ അടുത്ത് അടുപ്പിക്കാൻ പറ്റൂല. 1, 2 ഇത് ജനറൽ കമ്പാർട്ട്മെൻറ്റാണ്. മുമ്പിൽ 2 എണ്ണം ഉള്ളത്. ഇവിടെ ചളീൻ്റെ കൊത്തയാട്ടോ. ഇവിടെ അവസ്ഥയാണ്. മറ്റേത് വൃത്തിയുണ്ടായിരുന്നു. ഈ ബോഗീൻ്റെ ആണ് ചളിയായിട്ട് അവസ്ഥയാണ്. വേണ്ട ഞാൻ മാസ്ക് ഇട്ട് എന്താണെന്ന് വെച്ചാൽ സാധാരണ ഒരു ഗതിയിൽ ലോക്കൽ കമ്പാർട്ട്മെൻറ്റിൽ മാസ്കിലാണ് നടക്കാൻ പറ്റില്ല. കാരണം ആ തിരക്കാവുന്ന സമയത്ത് തന്നെ സ്മെല്ലും കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടുത്തെ അവസ്ഥ ഒന്നും പറയണ്ട. ഇപ്പോൾ ആണെങ്കിലും എന്താ പറയുക സ്മെല്ലും കാര്യങ്ങൾക്കൊന്നും ഒരു കുറവുമില്ല. പൂട്ടിട്ട് ലോക്കാക്കിയിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എന്ന് വെച്ചാൽ AC കമ്പാർട്ട്മെൻറ്റും ജനറൽ കമ്പാർട്ട്മെൻറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു വൃത്തിയുടെ ഫസ്റ്റ് AC കമ്പാർട്ട്മെൻറ്റിൽ ഉണ്ടായിരുന്നു. പിന്നെ ഒരുവിധം എല്ലാ സ്റ്റേഷനിലെന്ന് വെച്ചാൽ ട്രാൻസ്ജെൻഡേഴ്സ് കയറുന്നുണ്ടായിരുന്നു. അത് ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ മാത്രമല്ല സ്ലീപ്പറിൽ AC-യിലൊക്കെ ഒരു കയറി നിരങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടുന്ന് ലോക്കോ പൈലറ്റ് ചേഞ്ച് ആവുന്നതായിരുന്നു. അവരെ ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് വേറെ ടീം കയറുന്നതാണ്. വേറൊരു സ്റ്റേഷനിലൂടെ പിടിച്ച് കിട്ടിയിട്ടുള്ളത് ട്രെയിനും. അപ്പോൾ ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ കാർത്തിക് സൂര്യ പറഞ്ഞ കാര്യം. കാർത്തിക് സൂര്യ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണ് നമുക്ക് ട്രെയിനിലെ ഫുഡ് ഇതാക്കിയിരുന്നു എന്തെന്ന് 5 സ്റ്റാർ കൊടുത്തത്. അങ്ങനെ വാങ്ങിച്ചിട്ട് 5 സ്റ്റാർ കൊടുക്കുന്ന ആ സമയത്ത് കൊടുത്തിട്ടാകുമ്പോൾ എല്ലാ യാത്രയിലും നമ്മളെ കാർത്തിക് സൂര്യ നമ്മളെ കൂടി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അത് 5 സ്റ്റാർ കൊടുത്തതെന്നുള്ളതിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ ബാത്റൂമിൻ്റെ കാര്യം എന്ന് പറയുന്നത് അവൻ കയറിയിട്ടൊന്ന് വൃത്തിയാക്കിയിട്ട് അത് കുറ്റം പറയുന്നില്ല. കയറി വൃത്തിയാക്കി ഓക്കെ ശരി. പക്ഷേ എങ്കിൽ അതുകൊണ്ട് നല്ല സാധാരണ ജനങ്ങൾക്കൊരു സോഷ്യൽ മെസ്സേജ് ഇപ്പം റെയിൽമേഡ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. അത് ഞാൻ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ അതിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അവർ അപ്പോഴത്തെ സ്പോട്ടിൽ തന്നെ അത് ക്ലിയർ ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ അത് കാർത്തിക് സൂര്യ പറഞ്ഞു തരികയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ചാനലിനെക്കാട്ട് കൂടുതൽ റീച്ച് ആവുമായിരുന്നു. നല്ലൊരു പബ്ലിക്കിന് നല്ലൊരു കാര്യമായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ പറഞ്ഞ പോസ്റ്റ് എന്ന് വെച്ചാൽ ഒരു നമ്പറിൽ വിളിച്ച് പറഞ്ഞിട്ടാകുമ്പോൾ അവർ വന്ന് ലോക്കാക്കിയ ലോക്കൽ കമ്പാർട്ട്മെൻറ്റ് അതൊരു നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത് എന്താണെന്നൊക്കെയുള്ളത് ഞാൻ പറഞ്ഞുതരാം. റെയിൽവേയുടെ ആപ്പിൽ നമ്മൾ ലോഗിൻ ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർ അടുത്ത സ്റ്റേഷനിൽ തന്നെ ആൾക്കാർ വന്നിട്ട് ഇപ്പം ടോയ്ലറ്റ് ക്ലീൻ അല്ലെങ്കിൽ അത് ക്ലീൻ ചെയ്ത് തരും. അല്ലാന്നുണ്ടെങ്കിൽ വെള്ളം ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ വെള്ളം ഫില്ല് ചെയ്ത് തരും. അങ്ങനെയാണ്. വിവേക് എക്സ്പ്രസിൻ്റെ സ്പീഡിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡിലേ ആവുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മൾ 2.5 ദിവസം ഉണ്ടായിട്ട് ഇതുവരെ ഡിലേ ആയിട്ടില്ല. 3ാമത്തെ ദിവസം ഇന്നാണ് സംഭവം ഡിലേ ആകുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 2.5 മണിക്കൂറോളം ട്രെയിൻ ഡിലേ ആയി. അത്ര വരെ ട്രെയിൻ ഒരു 5-10 മിനിറ്റ് മാത്രമേ വൈകി ഓടിയിട്ടുള്ളായിരുന്നു. ഇന്നലെ നൈറ്റ് മുതലാണ്, അതായത് ലാസ്റ്റ് ദിവസത്തിൻ്റെ നൈറ്റ് മുതലാണ് ഡിലേ ആയി തുടങ്ങിയത്. ഇത് കാർത്തിക് സൂര്യ പറഞ്ഞ തന്നെ ടോയ്ലറ്റ് അവിടെ ഉണ്ട്. അതിനൊന്നും മാറ്റമൊന്നുമില്ല. ഉള്ളത് സ്ലീപ്പർ കമ്പാർട്ട്മെൻറ്റിലാണ്. അപ്പോൾ നമ്മൾ ഗുവാഹട്ടി എന്ന് പറയുമ്പോൾ ആസാം കഴിഞ്ഞു. ഇനിയിപ്പോൾ നാഗാലാൻഡിലേക്ക് കയറി. നാഗാലാൻഡിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആസാം സ്റ്റേറ്റ് കഴിഞ്ഞു. അന്നേരം വണ്ടി ഫുള്ള് കാലിയായിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഇവിടെ പാൻറ് കൊടുക്കുന്ന ഇവന്മാർ തന്നെ, സാധനം കൊടുക്കുന്ന ഇവന്മാർ തന്നെയാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് സിഗരറ്റ് വലിക്കുകയെല്ലാം ചെയ്യുന്നത് കേട്ടോ. നല്ല വലിയുണ്ട്, അവിടെ നല്ല സ്മെല്ലുണ്ട്. പിന്നെ ഈ വണ്ടീൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എന്താ പറയുക, വണ്ടി നമ്മൾ സ്റ്റേഷൻ്റെ അടുത്തോട്ട് പോയാൽ തന്നെ നമ്മളെല്ലാവരും അറിയും. കാരണം അമ്മാതിരി സ്മെല്ലായിരിക്കും വണ്ടി വരുന്ന സമയത്ത് ഉണ്ടായത് കേട്ടോ. ഇനി പാൻട്രി കാണിക്കാൻ പറ്റുമോ കേട്ടോ. അവിടെയുണ്ട് പാൻട്രീൻ്റെ അവസ്ഥ. നേരത്തെ കണ്ടേരം വളരെ അബദ്ധമായിരുന്നു കേട്ടോ. അമ്മാതിരി ഫുഡ് ഉണ്ടാക്കുന്നതെല്ലാം വെച്ചാൽ ഫുഡിന് നല്ല റേറ്റും ഉണ്ട്. ഫുഡിൻ്റെ ക്ലീൻനെസ് ആണെങ്കിൽ ഒന്നും പറയണ്ട. നിങ്ങൾ തുപ്പി നിറച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ.
സ്ലീപ്പറിലായാലും ഒരു ബോഗിയിൽ നിന്ന് അടുത്ത ബോഗിയിലേക്ക് പോകാന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പെടാം കേട്ടോ. കാരണം ആ ജോയിൻ്റ് ആവുന്ന സ്ഥലത്തുണ്ടല്ലോ തുപ്പിയിട്ടും വേസ്റ്റും എല്ലാം ഇട്ടിട്ട് അപ്പുറത്തെ ബാത്റൂമിൻ്റെ വെള്ളവും എല്ലാം കൂടിയിട്ട് ഒന്നും പറയാൻ പറ്റൂല. ഇത് സെക്കൻഡ് AC ആണ്, പാൻട്രീൻ്റെ തൊട്ടടുത്ത് സെക്കൻഡ് AC ആണ്. ഇതാണ് ഞാൻ പറഞ്ഞ ആപ്പ്. വളരെ യൂസ്ഫുള്ളായ ആപ്പാണ് കേട്ടോ റയൽ മാഡ്രിഡ് എന്ന് പറയുന്നത്. അതായത് ഇത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഇതിൽ നിങ്ങൾ ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണ് കംപ്ലയിൻറ്റ് വേണ്ടതെന്ന് അവിടെ ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് കംപ്ലയിൻറ്റ് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. നമ്മൾ ഈ ലോഗിൻ ചെയ്ത് നമ്മൾ PNR സീറ്റ് അടിച്ചു കൊടുത്താൽ മതി അല്ലേ? നമ്പർ കൊടുത്താൽ അത് കൊടുത്തു കഴിഞ്ഞാൽ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവരപ്പോൾ തന്നെ വിളിച്ചോളൂ അല്ലേ? ഡീറ്റെയിൽസ് കാണിക്കും. ഫോട്ടോസ് നമുക്ക് ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാം, ക്യാമറ എടുത്ത് ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാം. ഇതിലെ ഫോട്ടോ നമ്മുടെ ഫോണിലുണ്ടെങ്കിൽ അത് നമുക്ക് അപ്ലോഡ് ചെയ്യാം. സബ്മിറ്റ് കൊടുത്താൽ അവരപ്പോൾ തന്നെ വിളിച്ചോളൂ. വിളിക്കും, അവരെൻ്റെ ഫോളോ അപ്പും കാര്യങ്ങളും ചെയ്യും, കാണിക്കും. അപ്പോൾ ദിമാപൂർ എത്താനായി. ദിമാപൂർ എത്താനാകുന്ന സമയത്ത് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല പല കാര്യങ്ങളും വെച്ചാൽ ട്രെയിൻ ലേറ്റ് അത് നമുക്ക് മാറ്റാൻ പറ്റില്ല. അത് പക്ഷേ ആദ്യത്തെ 2 ദിവസം 2.5 ദിവസത്തോളം ട്രെയിൻ ലേറ്റോ കാര്യങ്ങളൊന്നുമില്ല. ലാസ്റ്റ് ദിവസമാകുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, അതായത് ഇന്ന് നമ്മൾ 3ാമത്തെ ദിവസം നമ്മൾ ഇറങ്ങാൻ പോകുന്നതാണ്. ഇന്ന് 1:30ക്ക് ഇറങ്ങേണ്ടത് നമ്മളിപ്പോൾ ഇറങ്ങുമ്പോൾ 4:30 ആയി. അതായത് ഏകദേശം ഒരു 3 മണിക്കൂറോളം ലേറ്റാണ്. അതായത് ഇന്ന് നമ്മൾ പുലച്ചക്കായിരുന്നു മുതലാണ് നമുക്ക് ലേറ്റ് ആവാൻ തുടങ്ങി. അതുവരെ വലിയ ലേറ്റോ കാര്യങ്ങളൊന്നും ട്രെയിൻ ഉണ്ടായിട്ടില്ല. പിന്നെ നമുക്ക് ഞാൻ പറയാം, നമ്മളിപ്പം ജനറൽ കോച്ചിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മൾ AC കോച്ച് ഉണ്ടായിട്ട് പോലും എന്താണ് പ്രശ്നങ്ങളുണ്ടായിരുന്നു, അപ്പുറത്ത് ഇപ്പുറത്തേക്ക് കയറുന്നത്. പക്ഷേ നിങ്ങൾ വിചാരിക്കുന്ന പോലെ പേടിക്കോ കാര്യങ്ങളൊന്നും വേണം. നമുക്ക് ആ ഒരു ആപ്പ് റയൽ മാഡ്രിഡ് എന്ന് പറഞ്ഞ ആപ്പിൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ബുക്ക് ചെയ്തിട്ട് നമുക്ക് എല്ലാ അതായത് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്ത് ആ സ്പോട്ടിൽ തന്നെ അടുത്ത സ്റ്റേഷൻ, അതായത് ക്ലീൻ ചെയ്യാനാണെങ്കിൽ അവർ ഈ ട്രെയിനിൽ തന്നെ ഉണ്ട്, അവർ വന്നിട്ട് ക്ലീൻ ചെയ്ത് തരും. ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മുടെ അടുത്ത് ഒപ്പീനിയൻ എടുക്കും. അതായത് നമ്മൾ ഓക്കെ പറഞ്ഞാലും മാത്രമാണ് അവരത് കംപ്ലയിൻറ്റ് ക്ലോസ് ചെയ്യത്തുള്ളൂ. അവർക്ക് നമുക്ക് അങ്ങോട്ടുനിന്ന് കംപ്ലയിൻറ്റ് ഒരു മെസ്സേജ് വരും. ഞാൻ സിമ്പിളായിട്ട് പറയുന്നത് വെച്ചാൽ നമ്മൾ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ ഇവിടുന്ന് നമ്മളെ വിളിക്കും. നമ്മളെ വിളിച്ചിട്ട് എന്താ കംപ്ലയിൻറ്റ് കാര്യങ്ങളെന്നുള്ളതിൽ പറയാം. അപ്പോഴേ എന്താണ് സൊല്യൂഷൻ എന്നുള്ളത് അവർ പറഞ്ഞത്. ക്ലീൻ ആക്കലാണെങ്കിൽ ഈ സ്പോട്ടിൽ തന്നെ ക്ലീൻ ചെയ്യും. വെള്ളം നിറയ്ക്കില്ല, വെള്ളം ഇല്ലാത്തതാണെങ്കിൽ അടുത്ത് ജംഗ്ഷനുണ്ട്, നമ്മുടെ ജംഗ്ഷനിലാണ് വെള്ളം ഉണ്ടാവുക. അവിടുന്ന് അവർ വെള്ളം നിറയ്ക്കും. എന്നിട്ട് നമ്മളതിന് അവർ നമ്മളെ സ്ഥലം ക്ലീൻ ആക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ക്ലീൻ ആക്കി തരും. അപ്പോൾ അത് പറഞ്ഞ് കഴിഞ്ഞിട്ടാകുമ്പോൾ അവർ ഓക്കെ ചെയ്ത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ അവർ റിപ്പോർട്ട് ചെയ്യും അങ്ങോട്ടേക്ക്. അപ്പം അവിടെ നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്തെടുക്കുന്നത് നമുക്ക് ഇങ്ങോട്ടേക്ക് എന്ത് തരും, ഒരു മെസ്സേജ് വരും, ലിങ്ക് വരും. അപ്പോൾ അതിലേക്ക് നമ്മൾ ഓക്കെ സാറ്റിസ്ഫൈഡ് ആണെന്ന് നമ്മൾ കൊടുത്താൽ മാത്രമേ ആ കംപ്ലയിൻറ്റ് ക്ലോസ് ആകത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ആപ്പ് ഉണ്ട്. അല്ലാണ്ട് ഇപ്പം ഞാൻ പറഞ്ഞ കാർത്തിക് സൂര്യ എന്ന് പറഞ്ഞ ചെയ്ത പോലെ നമുക്കിപ്പം പോയിട്ട് നമുക്ക് സ്വന്തമായിട്ട് നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് AC കോച്ചിൽ ചെയ്യുമ്പം അല്ലെങ്കിൽ നമ്മൾ സ്ലീപ്പറിൽ ചെയ്യുമ്പോൾ നമുക്ക് പോയിട്ട് വൃത്തിയാക്കാനൊന്നും പറ്റില്ലല്ലോ. നമ്മൾ പോയിട്ട് വൃത്തിയാക്കാനിട്ടല്ല നമ്മൾ വരുന്നത്. ഫുഡിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഫുഡ് ഞാൻ പാൻട്രി പോയിട്ട് തീരെ വൃത്തിയില്ല. വൃത്തി എന്ന് പറഞ്ഞ സാധനം ഇല്ലാത്തതാണ്, പിന്നെ നല്ല കത്തി റേറ്റുമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കാര്യത്തിൽ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കംപ്ലയിൻറ്റ് കൊടുത്ത ഫുഡിന് കംപ്ലയിൻറ്റ് കൊടുക്കുക എന്നല്ലാണ്ട് കൊടുത്തു കഴിഞ്ഞിട്ട് അവർ ഓക്കെ സൊല്യൂഷൻ എന്നുള്ളതിൽ എന്തെങ്കിലും പറയുമായിരിക്കും. അല്ലാണ്ട് വേറെ വലിയ കാര്യമൊന്നുമില്ല ഇതിൻ്റെ കാര്യത്തിൽ. ഫുഡിൻ്റെ അല്ല, ട്രെയിനിൻ്റെ സർവീസിലാണ് മെയിനായിട്ട് ആപ്പ് വരുന്നത്. ഫുഡിൻ്റെ കൊടുത്താലും അവരത് ഓക്കെ പരിഹരിക്കും. പക്ഷേ അതിനെ കൊണ്ട് അവർ വൃത്തി എന്തായാലും അത് വൃത്തിയാക്കണമെന്നൊന്നുമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ കാണുമില്ല. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ ഓൺലൈൻ സൊമാറ്റോയിലോ സ്വിഗ്ഗിനെക്കാട്ടും കൂടുതൽ സൊമാറ്റോ ഡെലിവറി ചെയ്യുന്ന സ്റ്റേഷനുണ്ട്. ഒരുവിധ സ്റ്റേഷനൊക്കെ സൊമാറ്റോ ഡെലിവറി ഉണ്ട്, സ്വിഗ്ഗി കുറവാണ്. പിന്നെ എന്താ പറയുക IRTCൻ്റെ ആപ്പ് ഇതുമുണ്ട്, KNTൻ്റെ വരെ ഡെലിവറി ഉണ്ട്. അതൊരുവിധം എല്ലാ സ്റ്റേഷനിലും ഉണ്ട്, സൊമാറ്റോനെക്കാട്ടും കൂടുതലുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കാം. അപ്പോൾ 3 ദിവസത്തെ യാത്ര എന്ന് പറയുന്നത് അത്ര വലിയ പ്രശ്നമായിട്ടോ കാര്യങ്ങളായിട്ടൊന്നുമില്ല. അങ്ങനെ നമ്മളെ സ്റ്റേഷനിലേക്ക് ഇറങ്ങാൻ പോകുന്നതാണ് ബാക്കി.